അവിടെ ഈ ക്രാഷ് സൈറ്റിലേക്ക് ഇപ്പോൾ JCB അടക്കമുള്ള ഉപകരണങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ ആരെങ്കിലും, അതായത് ദേഹഭാഗങ്ങളൊക്കെ, സുനിൽ, നമ്മൾ മനുഷ്യരെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും അവർക്ക് ഈ പ്രതീക്ഷകളോടെ പറന്നുയർന്നതാണ്. ഇന്ന് ഉച്ചവരെ ആ വിമാനത്തിനുള്ളിൽ ആ പ്രതീക്ഷയോടെ യാത്ര ചെയ്ത മനുഷ്യരാണ്. ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും ഇപ്പോൾ പുറത്തു വരുന്നില്ലല്ലോ. പക്ഷി വന്നിടിച്ചതാണോ അതോ ടെക്നിക്കൽ സ്നാഗാണോ? എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചത്? എൻജിൻ തകരാറാണെങ്കിൽ അത് നേരത്തെ എന്തുകൊണ്ട് ഈ ടേക്ക് ഓഫ് ചെയ്ത റൺവേ 23-യിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് അത് സംബന്ധിച്ചുള്ള ഒരു സൂചനയും പൈലറ്റ് ATCയിലേക്ക് നൽകാത്തത് എന്താണ്? എവിടെയാണ് ഈ ഒരു പ്രശ്നം സംഭവിച്ചത്? ഈ വിമാനത്തിലുണ്ടായിരുന്ന തകരാറുകൾ, ആ തകരാറുകൾ ഉണ്ടെങ്കിലും യാത്ര തുടരുക എന്ന ഒരു നിർദ്ദേശം കിട്ടിയതാണോ? എന്താണ് സംഭവിച്ചത്? അതുകൂടി നമുക്ക് അറിയണ്ടേ? ഇത്രയും മനുഷ്യർ, അതിൽ ഇന്ത്യക്കാർ മാത്രമല്ല വിദേശ പൗരന്മാരുമുണ്ട്. ഇത്രയും മനുഷ്യരുടെ ജീവന് ആര് ഉത്തരവാദിത്തം പറയും, സുനിൽ? തീർച്ചയായും വിമാനത്തിന് എന്തെങ്കിലും തകരാറ് ഈ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായതായി ഏതായാലും എയർ ഇന്ത്യ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം പുറത്തു വരുന്നില്ല. പക്ഷേ ഈ വിമാനം നേരത്തെ പലതവണ തകരാറിലായ വിമാനമാണ് എന്നതിൽ സ്ഥിരീകരണമുണ്ട്. കാരണം DGCA അടക്കം ഇടപെട്ട വിഷയമാണ് അത്. ഏതായാലും ഇന്ന് ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ വളരെ 5 മിനിറ്റിനകം തന്നെ വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. പിന്നീട് കത്തി അമരുന്നൊരു കാഴ്ചയായിരുന്നു. ഏതായാലും പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ നൽകിയ ഒരു സന്ദേശത്തിൽ ടേക്ക് ഓഫ് വർക്ക് ചെയ്യുന്നില്ല, ടേക്ക് ഓഫ് പ്രവർത്തിക്കുന്നില്ല എന്നൊരു വാക്ക് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞുള്ളൂ. അതിനകം തന്നെ വിമാനം തകരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഈ ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു. മറ്റെന്തെങ്കിലും ഒരു ഈ വിമാനം എവിടെയെങ്കിലും തട്ടിയതായോ അതല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ വിമാനത്തിൽ വന്ന് തട്ടുന്നതായോ എന്തെങ്കിലും ഒരു സൂചനകൾ നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിയാൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. റൺവേയിൽ നിന്ന് വിമാനം കയറുന്നുണ്ട്. ആ വിമാനത്തിന് തൊട്ട് പിറകെ തന്നെ മറ്റൊരു വിമാനം ടേക്ക് ഓഫ് ചെയ്യാനായി തയ്യാറായി നിൽക്കുന്നുമുണ്ട്. ഇൻഡിഗോ വിമാനമാണ്. അപ്പോൾ ഈ റൺവേയിൽ നിന്ന് റൺവേ 23-യിൽ നിന്ന് വിമാനം അതിവേഗത്തിൽ ടേക്ക് ഓഫ് ചെയ്യുന്നു. ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വിമാനം താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 2 കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് ഇടിച്ചിറങ്ങി വിമാനത്തിൻ്റെ ഏതാണ്ട് പൂർണ്ണ ഭാഗങ്ങൾ തകരുന്നു. ആ നിമിഷം തന്നെ വലിയ തീഗോളമായി വിമാനം മാറുന്നു. വിമാനത്തിലെ എല്ലാവരും 242 പേരും കത്തിയമർന്നു പോകുന്ന ഒരു ദാരുണമായ ദുഃഖകരമായ ഒരു കാഴ്ച. ഏതായാലും ഇതിൻ്റെ സാങ്കേതിക തകരാറുകൾ എന്തൊക്കെയാണ്, ഇനി ബ്ലാക്ക് ബോക്സ് അടക്കം കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഒരു കൃത്യമായ കാര്യങ്ങൾ, വിവരങ്ങൾ ഒക്കെ തന്നെ ഇനി വ്യക്തമാവുകയുള്ളൂ. അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട വസ്തുതയാണ്. ഏതായാലും എയർ ഇന്ത്യയെ സംബന്ധിച്ച് എയർ ഇന്ത്യ ഈ ഒരു ദുരന്തത്തിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മനുഷ്യരുടെ ജീവൻ പണയപ്പെടുത്തി, അവരുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തി എയർ ഇന്ത്യ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എയർ ഇന്ത്യ മറുപടി പറയേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയർ ഇന്ത്യ വിമാനങ്ങൾക്കെതിരെ പരാതികൾ ഇതാദ്യ സംഭവമല്ല. നിരവധി തവണ എയർ ഇന്ത്യ വിമാനങ്ങൾക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. അത്തരം പരാതികൾ പരിഹരിക്കുന്ന കാര്യത്തിൽ, അത്തരം പരാതികൾ മുഖവിലിക്കെടുക്കുന്ന കാര്യത്തിൽ എയർ ഇന്ത്യ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശക്തമായ നടപടി എയർ ഇന്ത്യ നേരിടേണ്ടി വരും. ടാറ്റ ഗ്രൂപ്പിനാണ് നിലവിൽ എയർ ഇന്ത്യയുടെ ഉടമസ്ഥാവകാശം. അപ്പോൾ ടാറ്റ ഗ്രൂപ്പ് അതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.